പുലർച്ചെ 1:26 ഒട്ടുമിക്ക ആളുകളും ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞു കാണും. ആ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ സുപ്രധാനമായ ഒരു അറിയിപ്പ് പുറത്തുവിടുന്നത്. ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോററായ ഹെസൂസ് ഹെമ്നെ ക്ലബ്ബ് വിട്ടു. കരാർ റദ്ദാക്കാൻ ക്ലബ്ബും താരവും പരസ്പര ധാരണയിലെത്തിയെന്നാണ് പോസ്റ്റിന്റെ സമ്മറി. ഹെസൂസിന്റെ ഒരു സന്ദേശവും ഒപ്പമുണ്ട്. എല്ലാ പിന്തുണയ്ക്കും ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും നന്ദി. തൻ്റെ കരിയറിന്റെ ഈ ഘട്ടത്തിൽ ഇടവേളകളില്ലാതെ കളിക്കേണ്ടത് പ്രധാനമാണ്. 2026 വരെ കരാർ ഉണ്ടായിട്ടും ക്ലബ്ബ് തൻ്റെ സാഹചര്യം മനസ്സിലാക്കി യൂറോപ്പിലേക്ക് പോകാനുള്ള തൻ്റെ തീരുമാനത്തോട് സഹാനുഭൂതി കാണിച്ചു. ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി അനിശ്ചിതത്വമുണ്ടെങ്കിലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ക്ലബ്ബ് കാണിച്ച പ്രൊഫഷണലിസത്തിന് നന്ദി അറിയിക്കുന്നു. ഒറ്റ സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ 6ാമനായി മാറിയ താരമാണ് സ്പാനിഷുകാരൻ ഹെസൂസ് ഹിമെനെ. ISL-ലും സൂപ്പർ കപ്പിലുമായി 20 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞ ഹിമെനെ നേടിയത് 12 ഗോളാണ്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി തുടർച്ചയായി 6 മത്സരങ്ങളിൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡും ഹെസൂസിന്റെ പേരിലാണ്. ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ കുറവ് ഒരു തരത്തിലും അറിയിക്കാത്ത ഹെസൂസ് ക്ലബ്ബ് വിടുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ടീമിനെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയാണ്. ഹെസൂസിന്റെ പാത പിന്തുടർന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ കൂടുതൽ എക്സിറ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന അണിയറയിൽ നിന്ന് തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. ISL എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ തീരുമാനമാവാത്തതാണ് മറ്റ് താരങ്ങൾ മറ്റു ലീഗുകളിലേക്ക് തന്നെ പോകാനുള്ള പ്രധാന കാരണം. അഡ്രിയാൻ ലൂണ അടക്കമുള്ള താരങ്ങളിൽ നിന്ന് കടുത്ത തീരുമാനമുണ്ടായാൽ പോലും ഞെട്ടേണ്ടെന്ന പ്രിയ ആരാധകർക്ക് മുന്നറിയിപ്പ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അർദ്ധരാത്രിയിലെ അറിയിപ്പിനെ കൂടി ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. 1:26 ബ്ലാസ്റ്റേഴ്സ് ഈ പോസ്റ്റ് ഇടുന്നത്. ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളുള്ള ഒരാളുടെ എക്സിറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സും ആരാധക കൂട്ടായ്മയിലെ പ്രധാനികളായ മഞ്ഞപ്പടയും സമീപകാലത്തായി നല്ല ബന്ധത്തിലല്ല. അവരുടെ വിമർശനം അല്ല തെറിവിളി നല്ല രീതിയിൽ കുറയ്ക്കാൻ തന്നെയാണ് ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.